നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ മുഖ്യ ചർച്ചാ വിഷയമായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ ആരെന്ന കാര്യത്തിൽ. ഒടുവിലിത അപ്രതീക്ഷിതമായി BJPയുടെ ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് മുന്നോട്ട് വയ്ക്കുന്നു. കേരളത്തിൻ്റെ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് നിർദ്ദേശിക്കുന്നത്. തുടർന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രധാന നേതാക്കളൊക്കെ രാജീവ് ചന്ദ്രശേഖറിനെ പിന്തുണച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ കേരളത്തിലെ BJPയുടെ അമരത്തേക്ക് ഇപ്പോൾ അപ്രതീക്ഷിതമായി എത്തിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ. MT രമേശും ശോഭാ സുരേന്ദ്രനുമൊക്കെ പലപ്പോഴും സാധ്യതകൾ ഉറപ്പിച്ചിരുന്നു. ഇടയ്ക്ക് വെച്ച് K സുരേന്ദ്രൻ ആ സ്ഥാനത്ത് തുടരും എന്ന വാർത്തകളും പുറത്തു വന്നു. എന്നാൽ അപ്പോഴൊക്കെ കൃത്യമായ കണക്കുകൂട്ടലിലായിരുന്നു BJPയുടെ ദേശീയ നേതൃത്വം. എന്തുകൊണ്ടാണ് അവർ രാജീവ് ചന്ദ്രശേഖറിന് ഇത്തരമൊരു നിയോഗം നൽകിയത്? ഇനി കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാവും സംഭവിക്കുക? കേരളത്തിലെ BJPയുടെ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും? അതാണിവിടെ മുഖ്യ ചർച്ചാ വിഷയം. പ്രകാശ് ജാവദേക്കർ കേരളത്തിലെ നേതാക്കൾ ഓരോരുത്തരോടും രാജീവ് ചന്ദ്രശേഖറിന് ഇത്തരമൊരു നിയോഗം നൽകിയാൽ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങളാവും സംഭവിക്കുക എന്നതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച നടത്തി. കേരള നേതൃത്വത്തിന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവ് അപ്രതീക്ഷിതമാണ്. എന്നാൽ BJP കേരളത്തിലെ ഒരു മുഖ്യ രാഷ്ട്രീയ കക്ഷിയായി വളർന്നു വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേജർ സർജറി വേണം എന്ന് കേരള നേതാക്കൾക്കും വ്യക്തമായി അറിയാം. പക്ഷം ചേരാതെ ഓരം ചേരാതെ പ്രവർത്തിച്ച വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ വെള്ളം കുടിപ്പിച്ച മിടുക്ക്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിന് ശക്തമായ വെല്ലുവിളിയാണ് അന്ന് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തത്. 16,077 വോട്ടിനാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടുന്നത്. പരാജയത്തിലും വിജയം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ താനിനി പൊതുപ്രവർത്തനത്തിനില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പിന്നീട് ശക്തനായി തിരിച്ചു വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം. പൊതുപ്രവർത്തനത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള നൂതന ശൈലി. BJPക്ക് സ്വാധീനമുള്ള മണ്ഡലം തന്നെയായിരുന്നു തിരുവനന്തപുരം. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാനെത്തിയത് വളരെ വൈകി. അപ്പോഴേക്കും ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനുമൊക്കെ പ്രചരണങ്ങളിൽ ഏറെ മുന്നേറിയിരുന്നു. എന്നാൽ തരൂരിൻ്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിൽ നിന്ന് 16,000-ലേക്ക് താഴ്ത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ആ യുദ്ധത്തിനൊടുവിൽ പിൻവാങ്ങിയത്. പുതുതലമുറ പ്രചരണ രീതികളാണ് രാജീവ് ചന്ദ്രശേഖറിനെ ഏറെ സഹായിച്ചത്. ശശി തരൂരിൻ്റെ അതേ പാതയിലൂടെ രാജീവ് ചന്ദ്രശേഖറും ഇതാ രാഷ്ട്രീയത്തിൽ തൻ്റെ സ്വാധീനം ഉറപ്പിക്കുന്നു. പുതുതലമുറയ്ക്ക് രാജീവ് ചന്ദ്രശേഖറിനെ പോലെയുള്ളവരുടെ കാഴ്ചപ്പാട് തന്നെയാണ് ഏറെ പ്രിയം. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം അമേരിക്കയിലെ നോയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ബിരുദം, പിന്നീട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമും പൂർത്തിയാക്കി. ഇൻ്റലിൻ്റെ പുതിയ പ്രോഗ്രാമുകളുടെ വികസനത്തിൽ ആദ്യഘട്ടത്തിൽ പങ്കാളിയായി 3 വർഷം അമേരിക്കയിൽ ചിലവിട്ടു. എന്നാൽ 1994-ൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി. ആദ്യകാല മൊബൈൽ ഫോൺ സേവനദാതാക്കളിൽ ഒരാളായി മാറി. പിന്നീട് രാഷ്ട്രീയത്തിലേക്ക്. 2006-ൽ കർണാടകയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രാജ്യസഭയിൽ. പിന്നീട് BJPയിൽ ചേർന്ന് 2021 മുതൽ 2024 വരെ കേന്ദ്ര ഇലക്ട്രോണിക്സ്, IT, സ്കിൽ ഡെവലപ്മെൻറ്റ്, സംരംഭകത്വം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രി. തെരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷവും കേരളത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്ത് സ്വന്തമായ ഒരു വീടൊക്കെ വാങ്ങി ഇനി താൻ കേരളത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവിനെ ഇപ്പോൾ ഭയത്തോടെയാണ് മിക്ക രാഷ്ട്രീയ പാർട്ടികളും കാണുന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നു. കൊടും വിഷമെന്നൊക്കെ പിണറായി വിജയൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണമാണ് രാജീവ് ചന്ദ്രശേഖറിന് നേർക്ക് നടക്കുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി ഒരു അതിഥി തൊഴിലാളിയെ നിയോഗിച്ചുവെന്നൊക്കെ ചിലർ പരിഹസിക്കുന്നു. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ചില സ്ഥലങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കടന്നുവരവ് കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJP പോക്കറ്റിലാക്കിയത് 16.68% വോട്ട് ഷെയറാണ്. ഇതത്ര നിസ്സാരമല്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ CPM പാർട്ടിക്ക് ലഭിച്ചത് വെറും 25.82% വോട്ട് ഷെയർ. CPIക്ക് കിട്ടിയതാവട്ടെ 6.14%. എന്നാൽ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 35.06% വോട്ട് ഷെയർ പെട്ടിയിലാക്കി. കൂടുതൽ സ്ഥാനാർത്ഥികൾ അവരുടേതായി മത്സരരംഗത്തുണ്ടായിരുന്നു എന്നതാണ് ഇതിന് കാരണം. മുസ്ലിം ലീഗിന് ലഭിച്ചത് 6.07%. എങ്കിലും ഇവിടെ ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്.
BJPക്ക് ലഭിച്ച 16.68%. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പും നമ്മളിവിടെ ഒന്ന് പരിശോധിക്കണം. BJPക്ക് ലഭിച്ചത് വെറും 11.30% വോട്ട് ഷെയർ മാത്രമായിരുന്നു. 2021 നിന്ന് 24-ലെത്തിയപ്പോൾ BJPയുടെ വോട്ട് ഷെയർ ഏകദേശം 5% വർദ്ധിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തിയത് CPMന് 25.38% വോട്ട് ഷെയർ വാങ്ങിക്കൊണ്ട്. ഇവിടെയാണ് ഈ 25%വും BJPയുടെ 16%വും നമ്മൾ തുലനം ചെയ്യേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 25.12% വോട്ട് ഷെയർ മാത്രം. ചുരുക്കത്തിൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിലെ മുഖ്യകക്ഷിയായ CPMനും ലഭിച്ചത് 1% വോട്ടുകൾ. എന്നിട്ടും CPM അധികാരത്തിലേറി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആ തെരഞ്ഞെടുപ്പിൽ 8.27% വോട്ട് ഷെയർ ലഭിച്ചു. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. LDFനൊപ്പമുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് 3.28% വോട്ട് ഷെയർ ലഭിച്ചു. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിന്തുണ തന്നെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ശക്തി. കേരള കോൺഗ്രസ് മാണി വിഭാഗം പണ്ട് ക്രിസ്ത്യൻ സമുദായത്തെ ശക്തമായി പ്രതിനിധാനം ചെയ്തിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ പ്രത്യേകിച്ചും KM മാണി എന്ന അതികായൻ്റെ മരണത്തിന് ശേഷം അതിൽ ഒരുപാട് ചോർച്ചയുണ്ടായി. ഒരു കാലഘട്ടം മുഴുവൻ ക്രിസ്ത്യൻ സമുദായം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലൂടെയും മറ്റ് കേരള കോൺഗ്രസ് വിഭാഗങ്ങളിലൂടെയും കോൺഗ്രസ് പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന UDFൽ നിലകൊണ്ടു. ഒരു വശത്ത് മുസ്ലിം ലീഗ്, മറുവശത്ത് കേരള കോൺഗ്രസ്. തികച്ചും ഒരു ബാലൻസിംഗ് സമുദായ ഇക്വേഷൻ തന്നെയായിരുന്നു UDFൻ്റെ കൈമുതൽ. ഇതായിരുന്നു ഒരു കാലഘട്ടം നിറയെ കേരളത്തിൽ UDF ശക്തമായി നിലകൊള്ളാനുള്ള കാരണം. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പുറന്തള്ളുക വഴി UDF കാട്ടിയത് ചരിത്രപരമായ മണ്ടത്തരം. ഇവിടെ BJP ഒരു ചരിത്ര വസ്തുത തിരിച്ചറിയുന്നു. കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടുകൾ ഭാവിയിലെങ്കിലും പെട്ടിയിലാക്കണം. അതിന് ക്രിസ്ത്യൻ വിഭാഗവുമായി അടുപ്പം സൂക്ഷിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ വളരെ ഫലപ്രദമാകുമെന്ന് കൃത്യമായി കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നു. അതുതന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ അധ്യക്ഷ സ്ഥാനത്തെ നിയോഗത്തിനുള്ള മുഖ്യ കാരണവും. കണക്കുകൂട്ടലുകൾ വ്യക്തമാണ്. ഭാവിയിൽ ക്രിസ്ത്യൻ സമുദായത്തിന് BJPയുടെ പാളയത്തിലെത്തേണ്ടി വരും. കാരണം UDFൽ മുസ്ലിം ലീഗും ഇതര സംവിധാനങ്ങളുമൊക്കെ പിടിമുറുക്കുമ്പോൾ പ്രത്യേകിച്ച് സ്വാധീന ശക്തിയൊന്നുമല്ലാതെ UDFൽ ഓരം ചേർന്ന് നിൽക്കാൻ കേരള കോൺഗ്രസ് വിഭാഗങ്ങൾക്ക് കഴിയില്ല. LDFലും സമാനമായ അവസ്ഥ വരും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ്റെ മിന്നുന്ന പ്രകടനവും BJPയുടെ വളർച്ചയും കാരണം മുസ്ലിം സമുദായത്തിൽ നിന്ന് വലിയൊരു വിഭാഗം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് തന്നെ തിരിയാനുള്ള സാധ്യതയുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സമാനമല്ല ഇപ്പോഴത്തെ സാഹചര്യം. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ മൂന്നാം പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് വളരെ ശക്തനായ ഒരു നേതാവ് കോൺഗ്രസ് ക്യാമ്പിലില്ല എന്നതും പ്രത്യേകതയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ അടക്കം തിരികെ കൊണ്ടുവന്ന് UDFനെ ശക്തിപ്പെടുത്താനുള്ള യാതൊരുവിധ ശ്രമങ്ങളും നടത്തുന്നില്ല. ഭാവിയിൽ ഇപ്പോഴത്തെ 16% വോട്ട് ഷെയർ BJPക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് പോലെ 1-2 രാഷ്ട്രീയ കക്ഷികളെ കൂടി തങ്ങളുടെ പാളയത്തിലെത്തിച്ചാൽ അവർ കേരളം ഭരിക്കുമെന്ന് വ്യക്തമാണ്. അഥവാ 2 ഡിജിറ്റ് MLAമാരിലെങ്കിലും അവർക്ക് പെട്ടെന്ന് എത്തിക്കാൻ കഴിയും. അതുതന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മുഖ്യ നിയോഗവും. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ അവർ കരുക്കൾ നീക്കും. NSSുമായി വളരെ അടുപ്പം പുലർത്തുന്ന വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ NSSുമായി ചേർന്ന് നേരത്തെ ഒരു സൈനിക സ്കൂൾ തിരുവനന്തപുരത്ത് തുടങ്ങിയതിൻ്റെ പശ്ചാത്തലമൊക്കെ കേരളത്തിന് വ്യക്തമായി അറിയാം. രാഷ്ട്രീയ ചതുരംഗം കൃത്യമായി കളിക്കാനറിയാവുന്ന ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ ഈ ഫോർമുല കേരളത്തിൽ ക്ലിക്ക് ചെയ്താൽ അത് BJPയുടെ വളർച്ച വളരെ പെട്ടെന്നാക്കും. അക്കാര്യത്തിൽ സംശയം വേണ്ട. ഇതുവരെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നിയോഗം. ഒന്നുകിൽ ശോഭാ സുരേന്ദ്രൻ, അല്ലെങ്കിൽ PK കൃഷ്ണദാസ്, MT രമേശ്, അതിലപ്പുറം K സുരേന്ദ്രൻ, V മുരളീധരൻ എന്നുള്ള ചില പേരുകളിൽ മാത്രമായിരുന്നു കേരളത്തിലെ BJP ഇതുവരെ ഉടക്കി നിന്നത്. എന്നാൽ അതിലപ്പുറം ഡൽഹിയിൽ വലിയ ബന്ധങ്ങളുള്ള വലിയൊരു ടെക്നോക്രാറ്റും കോർപ്പറേറ്റുമായ രാജീവ് ചന്ദ്രശേഖരനെ പോലെ മികവുള്ള ഒരാളെ കേരളത്തിൽ തങ്ങളുടെ മുഖമായി അവതരിപ്പിക്കുക വഴി നിഷ്പക്ഷ വോട്ടർമാരെ പരമാവധി അടുപ്പിക്കാൻ BJP കണക്കുകൂട്ടുന്നു.
അഭ്യസ്തവിദ്യരായ യുവതലമുറയെ BJP ക്യാമ്പിലേക്ക് അടുപ്പിക്കണമെങ്കിൽ ഇത്തരം ചില അറ്റകൈകൾ വേണം എന്ന് കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായി അറിയാം. ഇവിടെയാണ് നമ്മൾ ഈ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവരുടെ BJP കോൺട്രിബ്യൂഷൻ്റെ വില മനസ്സിലാക്കേണ്ടത്. അവരെയൊക്കെ ഓരോരോ തെരഞ്ഞെടുപ്പുകളിൽ കൊണ്ടുപോയി അവതരിപ്പിക്കും. എന്നാൽ പിന്നീട് പാർട്ടിയുടെ ഭാഗമായി നിർത്തുന്നതിൽ പലപ്പോഴും നേതൃത്വം പരാജയപ്പെടും. ഈ ശ്രീധരനും സെൻകുമാറുമൊക്കെ ഇത്തരത്തിൽ ഓരം ചേർന്ന് BJPയിലേക്ക് വന്നിട്ട് പിന്നീട് മാറി സഞ്ചരിച്ചവരാണ്. അത്തരത്തിലുള്ളവരെ പരമാവധി BJP ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കും. സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. കേരള NDAയുടെ വൈസ് ചെയർമാന് NSSൻ്റെയും SNDPയുടെയും ഒക്കെ പരിപൂർണ പിന്തുണയുമുണ്ട്. അതിലപ്പുറം ക്രൈസ്തവ സഭയ്ക്ക് പ്രിയങ്കരൻ. ക്രൈസ്തവ സഭയും NSSും തന്നെയാവും ഇനി രാജീവ് ചന്ദ്രശേഖരൻ്റെ മുഖ്യ കണക്കുകൂട്ടൽ. ഈ ഫോർമുല വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് BJPയുടെ സുവർണ കാലഘട്ടത്തിലേക്ക് കേരളത്തെ നയിക്കും. ഇതുവരെ കേരളത്തിലെ BJP തണ്ടൊടിഞ്ഞു നിന്നത് നേതാക്കൾ തമ്മിലുള്ള പരസ്പരം ചെളിവാരിയെറിയലിലും പരസ്പര കാലുവാരലിലുമാണ്. ആ കാലം കഴിഞ്ഞു എന്ന് രാജീവ് ചന്ദ്രശേഖറിലൂടെ ദേശീയ നേതൃത്വം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു. ചുരുക്കത്തിൽ NSS, SNDP, ക്രൈസ്തവ സഭ ഈ 3 വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തി കേരളത്തിലെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയാണ് BJPയുടെ മുഖ്യ ലക്ഷ്യം. അതിനുവേണ്ട നിയോഗമാണ് രാജീവ് ചന്ദ്രശേഖറിനെ ഏൽപ്പിച്ചിരിക്കുന്നതും. പരമ്പരാഗത രാഷ്ട്രീയ നേതാക്കളുടെ വഴികളിലൂടെയാണ് കേരളം എന്നും സഞ്ചരിച്ചിട്ടുള്ളത്. എന്നാൽ വേറിട്ട സഞ്ചാരം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന മനസ്സ് തന്നെയാണ് കേരളത്തിനുള്ളത്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ശശി തരൂരിൻ്റെ തുടർച്ചയായുള്ള വിജയങ്ങൾ. അടിത്തട്ടിൽ നിന്ന് അടിമുടി രാഷ്ട്രീയക്കാരനായി വളർന്നു വരുന്ന നേതാക്കൾ. അതിൽ നിന്ന് ഏറെ വ്യത്യസ്തനാണ് രാജീവ് ചന്ദ്രശേഖർ. സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്ര വലിയ നേട്ടങ്ങൾ കൈവരിച്ചത്. ബിസിനസ് ലോകത്തും പിന്നീട് രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഇത്രയധികം വിജയങ്ങൾ കൈവരിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുതന്നെ. ഇപ്പോഴിതാ രാജീവ് ചന്ദ്രശേഖരും അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനും തമ്മിലുള്ള പഴയ കേസുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കുത്തിപ്പൊക്കുകയാണ് ചിലർ. രാജീവ് ചന്ദ്രശേഖറിനെ അമ്മായിയപ്പനെ കളിപ്പിച്ച് പണം തട്ടിയവനെന്നൊക്കെ പറഞ്ഞ് അവർ പരിഹസിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് കേരളം ഇനി കടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. വ്യോമസേന ഉദ്യോഗസ്ഥനായ MK ചന്ദ്രശേഖറിൻ്റെയും വല്ലി ചന്ദ്രശേഖറിൻ്റെയും മകനായി 1964 അഹമ്മദാബാദിലാണ് രാജീവിൻ്റെ ജനനം. തൃശ്ശൂർ ദേശമംഗലം സ്വദേശികളാണ് രാജീവിൻ്റെ മാതാപിതാക്കൾ. തൃശ്ശൂരിലെ സ്കൂൾ വിദ്യാഭ്യാസം, അതിനുശേഷം തുടർ വിദ്യാഭ്യാസത്തിനായി ബംഗളൂരുവിലെത്തുന്നു. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ബിരുദം. 1988 മുതൽ 91 വരെയാണ് അദ്ദേഹം അമേരിക്കയിൽ ഇൻ്റലിൽ ജോലി ചെയ്തത്. 91 ഇന്ത്യയിലേക്ക് മടങ്ങിയ അദ്ദേഹം BPL ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും മലയാളിയുമായ TPG നമ്പ്യാരുടെ മകൾ അഞ്ജുവിനെ വിവാഹം ചെയ്തു. പിന്നീട് BPL ഗ്രൂപ്പിൻ്റെ ഭാഗമായി. എന്നാൽ BPL ഒരു മൊബൈൽ കമ്പനി അവതരിപ്പിച്ചത് അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കഴിവ് തന്നെയായിരുന്നു. 2005 BPL കമ്മ്യൂണിക്കേഷൻസിൻ്റെ 64% ഓഹരികൾ SR ഗ്രൂപ്പിന് വിറ്റ് 8,214 കോടി രൂപയാണ് അന്നത്തെ കാലഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കമ്പനി ആർജിക്കുന്നത്. അതേ വർഷം തന്നെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കായി നിക്ഷേപം നടത്തുന്ന ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് എന്ന കമ്പനിക്ക് അദ്ദേഹം രൂപം കൊടുത്തു. 2006 ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസിൽ നിക്ഷേപം നടത്തുന്നു. തൊട്ടടുത്ത വർഷം ഏഷ്യാനെറ്റ് ന്യൂസ് അവർ ആരംഭിക്കുന്നു. പിന്നീട് റിപ്പബ്ലിക് TVയുടെ ഹോൾഡിംഗ് കമ്പനിയായ ARG ഔട്ട്ലെയർ മീഡിയയിലും നിക്ഷേപം. ചുരുക്കത്തിൽ ഇന്ത്യൻ മാധ്യമ ലോകത്ത് ഒരു ശക്തനായി മാറി. ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന ലേബൽ തൻ്റെ നെറ്റിയിൽ ചാർത്താൻ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP അധ്യക്ഷ സ്ഥാനം അദ്ദേഹത്തിന് മറ്റൊരു പൊൻതൂവലാകും. കേരളത്തിലെ BJPയും ഏറെ പ്രതീക്ഷയിലാണ്. ഏറെക്കാലമായി പരസ്പരം പോരടിച്ചിരുന്ന നേതാക്കൾ, അവർക്കിടയിൽ കിടന്ന് വീർപ്പുമുട്ടുന്ന അണികൾ. ഏതായാലും അവർക്കൊക്കെ വലിയ പ്രതീക്ഷയാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJP ഉൾപ്പെടുന്ന NDA മുന്നണി തകർപ്പൻ വിജയം കൊയ്തെടുക്കുമെന്ന പ്രതീക്ഷയാണ് BJP ക്യാമ്പിൽ. മറുവശത്ത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോഴേക്കും അത്ഭുതങ്ങൾ ഒരുക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞാൽ അത് BJPയുടെ സുവർണ കാലഘട്ടത്തിലെത്തും. കേരളത്തിലെ നിരവധി രാഷ്ട്രീയ കക്ഷികളെയും ചില നേതാക്കളെയുമൊക്കെ അടർത്തിയെടുത്തുള്ള തന്ത്രങ്ങൾ തന്നെയാവും രാജീവ് ചന്ദ്രശേഖർ പുറത്തെടുക്കുന്നത് എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.